ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര നല്ല അടിപൊളിയായിട്ടാണ് അതിൻ്റെ ടെക്സ്ചർ വന്നിട്ടുള്ളതെന്ന്. നല്ല സൂപ്പർ സ്പോഞ്ച് ആൻഡ് വെൽവെറ്റി ടെക്സ്ചർ വന്നിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1 കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് കേട്ടോ വേണ്ടത്. ഏത് ബ്രാൻഡായാലും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയുമാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 3 തവണ അരിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഒറ്റ തവണ കേട്ടോ ചെയ്യാറുള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കുക, ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മെയിൻ ഐറ്റം, ബട്ടർ മിൽക്ക്. വലിയ സംഭവമൊന്നുമില്ല. ഒരു 1/3 കപ്പ് പാലെടുത്തിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടോ. ബട്ടർ മിൽക്കിലേക്ക് ഞാൻ ആദ്യം തന്നെ റെഡ് ഫുഡ് കളർ ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് എഗ്ഗ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കളർ മാറി യെല്ലോയിഷ് കളറിലേക്ക് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായി ഒരു 3 പോർഷനൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയൊക്കെ മെൽറ്റായി എഗ്ഗ് നല്ല ഫ്ലഫി ആയി പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ടേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്ക് നന്നായി പൊങ്ങി വരട്ടെ എന്ന് വെച്ച് ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊങ്ങി വരില്ല, കേക്ക് പെട്ടെന്ന് താഴ്ന്നു പോവും. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലോട്ട് ബട്ടർ മിൽക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 3 പോർഷനായി ബട്ടർ മിൽക്കും അതേപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും മാറി മാറി ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഞാൻ ലോ സ്പീഡിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സ്പീഡായി കാണുന്നതാണ്, അത്രയും സ്പീഡിലിട്ട് ചെയ്യരുത്, കേക്ക് ഓവർ ബീറ്റായി പോവും. അപ്പോൾ കേക്ക് നന്നായി പൊങ്ങി സ്പോഞ്ചായിട്ട് കിട്ടുന്നത് ഇല്ലാതാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ചുകൂടി ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാറ്റർ നല്ല ബ്രൈറ്റ് റെഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതേപോലെ നല്ല റെഡിഷ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പീച്ച് പിങ്ക് ആ ഒരു കളറിലോട്ട് റെഡ് വെൽവെറ്റ് മാറും. ആ ഒരു റെഡിഷ് കളറാണ് റെഡ് വെൽവെറ്റിൻ്റെ ഭംഗി. അതുകൊണ്ട് തന്നെ കളറ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും ബാറ്ററും കൂടി നന്നായി കമ്പൈനായി വരണം. എന്ന് വെച്ച് സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുകയും കൂടിയും ചെയ്യരുത്. ലോ സ്പീഡിലിട്ട് എല്ലാ ഭാഗവും ഈവനായിട്ട് കമ്പൈൻ ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഇതാ നല്ല സ്മൂത്ത് ആൻഡ് വെൽവെറ്റി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ബാറ്റർ. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചെടുത്ത് ഓവനിലാണെങ്കിലും വിത്തൗട്ട് ഓവനിലാണെങ്കിലും അങ്ങനെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. എല്ലാ കേക്കും ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്, പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായും പെർഫെക്റ്റ് ആയിട്ടും തന്നെ നമുക്ക് കേക്ക്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കേക്ക് റെസിപ്പീസും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ഗിവ് വീഡിയോയും കൂടിയും വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് മിസ് ചെയ്യല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കമൻറ്റിലൂടെ എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാവുന്നതാണ്. ബേക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. എന്നാൽ കഴിയും വിധം മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബട്ടർ മിൽക്ക് ചെയ്യുന്ന സമയത്ത് മിൽക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കണം, അല്ലാതെ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലോ ചൂട് പാലിലൊന്നും ബട്ടർ മിൽക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.